നിങ്ങളുടെ വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് നിങ്ങളെങ്കിൽ കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ടിനുള്ള സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ ടൂ വീലർ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇൻ ഹൗസ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന നമ്മുടെ കമ്പനി ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങളുടെ വണ്ടി നാട്ടിലേക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എത്തിച്ചേരും. നിങ്ങളുടെ വണ്ടി ബൈക്കോ സ്കൂട്ടറോ ബുള്ളറ്റോ അല്ലെങ്കിൽ വില കൂടിയിട്ടുള്ള ഏതെങ്കിലും സ്പോർട്സ് ബൈക്കോ ഒക്കെ ആയിക്കോട്ടെ, സേഫ് ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നിങ്ങളുടെ വണ്ടി എത്തിക്കാനായിട്ട് നമ്മുടെ കമ്പനിക്ക് പറ്റും. സാധാരണയായിട്ട് റെയിൽവേ വണ്ടിയുടെ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പലരും ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ്. ഇത് ഒരു റെക്കമെൻഡഡ് വേ തന്നെയാണ്. പക്ഷേ കമ്പാരേറ്റീവ്ലി ഇത് കുറച്ചും കൂടെ ടൈം കൺസ്യൂമിംഗ് ആണ്. റെയിൽ ത്രൂ നമ്മൾ വണ്ടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. പക്ഷെ മറ്റ് ഷിഫ്റ്റിംഗ് മാർഗങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ചീപ്പ്. പക്ഷെ നിങ്ങൾക്ക് ടൈം ഒക്കെ കൺസേണിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിനെ ഹയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സേഫ് ആയിട്ട് നിങ്ങളുടെ ടൂ വീലർ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. പ്രോപ്പർ ആയിട്ടുള്ള പാക്കിങ്ങും സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും അഷ്യോർഡ് ആണ്. നിങ്ങളുടെ പിക്കപ്പ് പോയിന്റിൽ വന്ന് വണ്ടി കളക്ട് ചെയ്യുന്നത് തൊട്ട് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ വന്നിട്ട് അൺലോഡ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ ചാർജുകളും ഇൻക്ലൂഡഡ് ആക്കിയിട്ട് ടൂ വീലറിന്റെ ഷിഫ്റ്റിങ്ങിന് വരുന്ന ചാർജ് 4750 രൂപയാണ്. പാക്കിങ്, ലോഡിങ്, അൺലോഡിങ്, വണ്ടിയുടെ വെയിറ്റ്, പാക്കിംഗ് മെറ്റീരിയൽസ് ഇതൊക്കെ റേറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സ്കൂട്ടറിന്റെ ഷിഫ്റ്റിംഗ് ചാർജ് ആണ് 4750 പറയുന്നത്. വണ്ടിയുടെ ഘടന അനുസരിച്ച് പാക്കിംഗ് മെറ്റീരിയൽസിനൊക്കെ കുറച്ച് വ്യത്യാസം വന്നേക്കാം. അപ്പോൾ അതനുസരിച്ച് റേറ്റിലും വേരിയേഷൻസ് ഉണ്ടാവും. ബാംഗ്ലൂർ മലയാളികൾ പലരും നമ്മുടെ സർവീസ് ചൂസ് ചെയ്തിട്ട് അതിൽ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് വീഡിയോ പറ്റിയോ ചാർജസിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം.